ഇത് റോളക്സ് ആണ്, ഇത് റോളക്സാ. അങ്ങനെ കുറേ ഐറ്റം റാഡോയുടെ തന്നെ 3-4 മോഡലുണ്ട്. റോളക്സിന്റെ കുറേ ഉണ്ട്. പിന്നെ ലേറ്റസ്റ്റ് വാച്ചുകളുണ്ട്. ഇത് ആപ്പിളിന്റെ ഉണ്ട്. അതുപോലെ ഇപ്പം ഈ വാച്ചാണ് ഇതിനകത്ത് ഫുള്ള് ഡയമണ്ട് വെച്ച വാച്ചാണ്. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് തിരുമേനിയുടെ വാച്ചാണ്. ഇതിന് പ്രത്യേകത ഉണ്ട്. കാര്യം വെച്ചാൽ ഇതൊരു വാച്ച് വ്യാപാരി തന്നെ അദ്ദേഹം ഈ വാച്ച് ഓരോ കമ്പനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞത് എനിക്ക് ടെക്നിക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ലേ, അതുകൊണ്ട് അദ്ദേഹം ഒരെണ്ണം ചെയ്തുകൊണ്ട്. പ്രിയപ്പെട്ടൊരു സുഹൈലാണ് കേട്ടോ എൻ്റെ ഇരിക്കുന്ന ഡയമണ്ട് പതിപ്പിച്ചതും അതുപോലെ ലക്ഷറി കോടികൾ വിലയുള്ള വാച്ചാണ്. ഈ വാച്ചുകളെല്ലാം തിരുമേനിയാണ്. തിരുമേനി നമസ്കാരം. തിരുമേനി ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തൊന്നും വേണ്ട. ഈ സാധനം എല്ലാം തിരുമേനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതല്ലേ, പല പല രാജ്യത്തിൽ നിന്ന് അല്ലേ. ഇതിനകത്തുനിന്ന് ലക്ഷറി സെഗ്മെന്റിൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് തിരുമേനി ഇതിന്റെ ഇത് റോളക്സിന്റെ ഒരു ഡയമണ്ട് വാച്ചാണ്. ഓക്കെ. നല്ല വെയിറ്റ് ആയത്. വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇത് കമ്പനി ചെയ്തിരിക്കുന്ന ആ ഒരു ഡയമണ്ടിന്റെ ക്വാളിറ്റി അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്താണ് റോളക്സ് ഇത് ചെയ്തേക്കുന്നത്. ഇത് ലിമിറ്റഡ് എഡിഷൻ പീസാ. ലിമിറ്റഡ് എഡിഷനാ. ഓക്കെ. എന്തോ അത് വില അറിയത്തില്ല. ഇതും ലിമിറ്റഡ് എഡിഷൻ. സാധാരണ നമുക്ക് കൈകൊണ്ട് കെട്ടിക്കൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, വെയിറ്റ് ഓവറാണ്. ഓക്കെ ഓക്കെ. ഇത് സംഭവം നല്ല വെയിറ്റ് അത് കേട്ടോ. ഇപ്പം ഈ വാച്ചാണ് ഇതിനകത്ത് ഫുള്ള് ഡയമണ്ട് വെച്ച വാച്ചാണ്. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് തിരുമേനിയുടെ വാച്ചാണ്. ഇതിന് പ്രത്യേകത ഉണ്ട്. കാര്യം വെച്ചാൽ ഇതൊരു വാച്ച് വ്യാപാരി തന്നെ അദ്ദേഹം ഈ വാച്ച് ഓരോ കമ്പനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞത് എനിക്ക് ടെക്നിക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ലേ, അതുകൊണ്ട് അദ്ദേഹം ഒരെണ്ണം ചെയ്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യിച്ചോണ്ട് തന്നെ. അതെ. ഇതിന്റെ വില കേട്ടാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ വില പറയുന്നില്ല, വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഏകദേശം കോടിക്കണക്കിന് രൂപ എന്നൊക്കെ പറയാം എൻ്റെ പ്രതിമ നിർമ്മിച്ചത്. അപ്പം ഇത് മാത്രമല്ല, ഇതുണ്ടോ തിരുമേനിയുടെ ഈ ഒരു റൂമിനകത്ത് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഈ മോതിരങ്ങൾ അല്ലേ, മോതിരങ്ങളൊക്കെ ഒരുപാട് പ്രത്യേകത മോതിരങ്ങളുണ്ട്. പിന്നെ തിരുമേനിയുടെ തന്നെ ഒരു ഈ വാച്ച് നിർമ്മിച്ചെന്ന ആള് തന്നെ ചെയ്തതാണല്ലേ അത്. ഓക്കെ. ആ ഒരു സംഭവം ഇതെല്ലാം ഓരോരോ മോതിരങ്ങളല്ലേ. അതെ അതെ അതെ. ഇതെല്ലാം ഓരോരോ പ്രത്യേക തരത്തിലുള്ള മോതിരങ്ങളാണ്. സംഭവം ഒരു വെറൈറ്റിയാണ്. റീലിലൂടെ മാത്രം കണ്ട തിരുമേനിയുടെ ഒരുപാട് പ്രത്യേകതകളാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചത്. ഇത് റാഡോയുടെ പാലം മോഡൽ. ഇതൊരു 25 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. ഓക്കെ. ഇത് കൊണ്ടുതന്നത് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തിയാണ്, ആറ്റൂർക്കോണം റഹീം എന്ന് പറയും. ഓ ശരി ശരി. വലിയൊരു പാർട്ടിയാണ്. അപ്പോൾ 25 വർഷത്തിന് മുമ്പ് പുള്ളി എനിക്ക് സൗദിയിൽ നിന്ന് കൊണ്ടു തന്നത്. അത് ആളിനെ പറയുന്നത് ചിലപ്പോൾ ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അതുകൊണ്ട് ആളിനെ പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്തെങ്കിലും ചെന്ന് ചോദിക്കാൻ. പിന്നെ ഇതും അത്രയും പഴക്കമുള്ളതാണ്, കാലപ്പഴക്കമുള്ള. ഇത് റോളക്സ്. ഇത് അന്നത്തെ കാലത്ത് ഒരു ചന്ദനത്തിന്റെ തൈലം വിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് മേടിച്ച കൂട്ടത്തിൽ എനിക്ക് മേടിച്ചു തന്നതാണ്. ഇത് റോളക്സ് ആണ്, ഇത് റോളക്സാ. അങ്ങനെ കുറേ ഐറ്റം റാഡോയുടെ തന്നെ 3-4 മോഡലുണ്ട്. റോളക്സിന്റെ കുറേ ഉണ്ട്. പിന്നെ ലേറ്റസ്റ്റ് വാച്ചുകളുണ്ട്. ഇത് ആപ്പിളിന്റെ ഉണ്ട്. അതുപോലെ ഓരോ സംഗതികളെ ഒത്തിരി എണ്ണം ഉണ്ട്. ഇതൊക്കെ ധരിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? എല്ലാം ഓരോ ദിവസം മാറി മാറി ധരിക്കും. അതുപോലെ തന്നെ തിരുമേനിയുടെ ഗ്യാരേജിൽ ഒരുപാട് ലക്ഷറി കാറുകളുണ്ട്. ബെൻസ്, BMW അല്ലേ, പിന്നെ ഫോർച്യൂണർ, 2 വെറൈറ്റി ഫോർച്യൂണർ, പഴയ ബുള്ളറ്റുകൾ, ഇതൊക്കെ ക്രൈസാ. RX-100 ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ മകൻ അത് കൊടുത്തു. ക്രൈസിന്റെ ഭാഗമായിട്ടല്ല, അതുപോലെ തന്നെ മറ്റൊരു ക്രൈസും ഉണ്ട്. അത് ഞാൻ അടുത്ത വഴി പറയാം.